എൻ്റെ പേര് ജെസ്സി ബാബു. ഞാൻ വരുന്നത് ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ 2019 ജനുവരി 2-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ മകളാണ്, എൽവിന ബാബു, മകളുടെ മകളാണിത്. ഞാൻ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആദ്യം ഒരു ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റ് നടത്തി, ശരിയായില്ല. പിന്നെ 2ാമത് ഇൻഫെർട്ടിലിറ്റിയുടെ വേറൊരു ഡോക്ടറെ കണ്ടു, അപ്പോഴും ശരിയായില്ല. 3ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവാൻ സാധ്യത കുറവാണ്, IVF ചെയ്യണമെന്ന്. അപ്പം ഞാനിവിടെ 2019 മുതൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു IVF കൂടാണ്ട് എൻ്റെ മോള് നോർമലായിട്ട് പ്രഗ്നൻസി ആവണമെന്ന്. പക്ഷേ ഡോക്ടർ നിർബന്ധപ്രകാരം IVF ചെയ്തു, അത് ഫെയിലായി. പിന്നീട് അടുത്തൊരു IVF വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. പക്ഷേ അതിന് മുൻപ് ആദ്യത്തെ IVF കഴിഞ്ഞ് ഫെയിലായതിന് ശേഷം പിന്നെ ഡോക്ടറെ കാണാൻ പോയില്ല. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു മരുന്നും കൂടാണ്ട് മോള് പ്രഗ്നൻ്റ് ആവുകയും ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോ കൃപാസന മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രഗ്നൻ്റായ അന്ന് മുതൽ തന്നെ യാതൊരു അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒന്നും എൻ്റെ മകൾക്കുണ്ടായിരുന്നില്ല. ഞാനിവിടെ മിക്കവാറും സാധിക്കാവുന്ന എല്ലാ മാസങ്ങളിലും കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാറുണ്ട്. കൂടാതെ 2023 ഒക്ടോബറിലെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ ജപമാല റാലിക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഒരു അടയാളം കാണിച്ചു തരുന്നു. ആ ജപമാല റാലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതും ആണ് മോള് കൺസീവായി എന്ന് പറഞ്ഞ് ഫോൺ വന്നത്. അതുപോലെ ഈ വർഷവും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഉടമ്പടിയിലെ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഉടമ്പടി പ്രയർ കേൾക്കുമ്പോൾ തന്നെ ഞാൻ അച്ഛൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വയറിൽ കൈവടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി തൈലം, ഉപ്പ്, അതുപോലെ തേൻ എന്നിവ മോൾ ഉപയോഗിക്കാറുണ്ട്. മോളും ഹസ്ബൻഡും ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിന് 1000 നന്ദി. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ നൽകിയത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലൂക്കയുടെ സുവിശേഷം 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ജെസ്സി ബാബു എന്ന ഈ സഹോദരി മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറെ നാൾ ചികിത്സ ചെയ്ത് അതെല്ലാം പരാജയപ്പെട്ട് ആ നാളുകളിൽ പരിശുദ്ധമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ മുതൽ നാം തുടർച്ചയായി കുഞ്ഞുമക്കളുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ ദേശങ്ങൾ, വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങൾ, എങ്കിലും ഒന്നും ദൈവസന്നിധിയിൽ അസാധ്യമല്ലെന്ന് അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഏത് പ്രതികൂലമായ അവസ്ഥയിലും അത് പുതിയ പ്രതീക്ഷയും പുതിയ സന്തോഷവും കൊടുക്കുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് ആവശ്യപ്പെടുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഓരോ കുടുംബവും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ കണ്ണുകളിൽ തടസ്സമെന്നും അസാധ്യമെന്നും നടക്കില്ലെന്നും കരുതുന്ന എല്ലാ വിഷയങ്ങളെയും സംശയം മാറ്റിവെച്ച് പരിശുദ്ധമ്മയുടെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.